സത്യം പറയട്ടല്ലേ, ഈ ബിഗ് ബോസിൽ നിലവിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. രാവിലെ അനീഷിനെ കുറേ നേരം ഉറ്റും ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ചിരിക്കാനുള്ള വകയൊക്കെ അതിലുണ്ട്. അതായത് ഇപ്പം ലൈവിൽ നടന്നൊരു സംഭവമാണ്. അനീഷ് അനിമോളും തമ്മിലൊരു യുദ്ധം, അവിടെ ഭയങ്കരപ്പെട്ട ഒരു യുദ്ധം. അനിമോളിന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അനീഷ് ജയിലിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. അനിമോൾ പോയി. പക്ഷേ വാഷ്റൂമിൽ പോയതിന് ശേഷം പുറത്ത് വന്ന് നിന്ന് പല്ല് തേക്കുകയായിരുന്നു. അതൊരു നിയമലംഘനമാണ്. കാര്യം ബിഗ് ബോസ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമേ കതവ് തുറന്ന് കൊടുക്കാവൂ എന്ന്. പുറത്ത് വേറെ ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല ജയിലിലുള്ളവർ. പക്ഷേ അതിനെ അനിമോൾ ലംഘിച്ചിരിക്കുകയാണ്. ഇത് ലംഘിച്ചിരിക്കുന്നത് പറയുമ്പോൾ ഈ അനീഷ് നിരന്തരം വന്ന് നിന്ന് ശരിയല്ല ചെയ്യുന്നത് ഈ രണ്ട് ഡയലോഗ് ഒരു അരമണിക്കൂർ കൊണ്ട് പറയുന്നത്. ഇത് അനിമോളിന് വല്ലാത്ത ദേഷ്യം തോന്നി. അനിമോൾ ഇറങ്ങി പോവാനൊക്കെ പറഞ്ഞു. പക്ഷെ വേറെ മത്സരാർത്ഥികളൊക്കെ പറയുന്നുണ്ട് അനിമോൾ ചെയ്യുന്നതാണ് തെറ്റ്, അനിമോൾ ഇറങ്ങി പോകണം. ഇവനെ അവസാനം സഹിയിട്ട് അനിമോൾ കുപ്പിയൊക്കെ എടുത്ത് അടിക്കാൻ. കാരണം ഈ അനീഷ് ഇങ്ങനെ നിരന്തരമായിട്ട് 1-2 ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനിമോളിന് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അനിമോൾ അതാണ് പറഞ്ഞത്, ഒരു കാര്യം ഒരിക്കൽ നീ പറഞ്ഞു, പിന്നെ എന്തിനാണ് എൻ്റെ മുമ്പിൽ ഒന്നൊന്ന് ഇങ്ങനെ പുലമ്പെടുന്ന് കിറുക്ക, വട്ടനാണ് നീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അനിമോൾ ഇവനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇവൻ വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിലവിൽ കണ്ടന്റ് ബിഗ് ബോസിന് വേണ്ടി കൊടുക്കുന്നതുമൊക്കെ ഈ അനീഷ് മാത്രമാണ്. പക്ഷേ കാണുമ്പോൾ തന്നെ അടിച്ച് പൊട്ടിക്കാൻ തോന്നും. അങ്ങനത്തെ സ്വഭാവമാണ്.